മാളൂട്ടി ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ സർവൈവർ ത്രില്ലർ മഞ്ഞുമൽ ബോയ്സ് ആണ്. ടെക്നിക്കൽ വൈസ് ആയാലും കാസ്റ്റിംഗ് വൈസ് ആയാലും ഒരു പെർഫെക്റ്റ് കിഡിലും പടാർന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് തൊട്ട് നിങ്ങൾ പലയിടങ്ങളിലും നിങ്ങൾ പോലും അറിയാണ്ട് കൈയടിച്ചു പോകും. അതുപോലെ പല സ്ഥലങ്ങളിലും ഇമോഷണൽ ആവും, പല സ്ഥലത്തും രോമാഞ്ചം വരും. അങ്ങനെ ഒരു സീനിൽ തന്നെ പല വികാരങ്ങള് മിന്നി മറന്ന ഒരു സിനിമയായിരിക്കും മഞ്ഞുമൽ ബോയ്സ്. ഇതൊരു 90% റിയൽ സ്റ്റോറിയാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ വേറെ ഒന്നും കൂടി ചേർത്തിട്ടില്ല. ഇതൊക്കെ റിയൽ ലൈഫിൽ അവർ അനുഭവിച്ചു ആ ഒരു ദിവസം കടന്നുപോയി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അത് അത്രയും ഗംഭീരമായിട്ടാണ് ഇതിൽ പകർത്തി വെച്ചിരിക്കുന്നത്. അതിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിരി പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാവരും കിടിലായിരുന്നു. പ്രത്യേകിച്ച് സൗബിൻ, ശ്രീനാഥ് ബാസി, ആ 11 പേരും, അതിനൊപ്പം ഖാലിദ് റഹ്മാൻ, അതിനെല്ലാത്തിന്റെ മുകളിൽ ചിദംബരത്തിന്റെ മേക്കിങ്ങും, ഒപ്പം മലയാളത്തിന്റെ സീൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുഷിൻ ശ്യാമും. നോർമൽ ഒരു സർവൈവൽ ത്രില്ലറിന്റെ ടെംപ്ലേറ്റ് പോലെയാണ് പടത്തിന്റെ പോക്ക്. ഫസ്റ്റ് ഹാഫിൽ ഇവിടുത്തെ മഞ്ഞുമൽ ബോയ്സിനെ പരിചയപ്പെടുത്തി ഇന്റർവെൽ ആവുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവണം. അത് കഴിഞ്ഞുള്ളവരുടെ പോരാട്ടം തന്നെയാണ് സെക്കൻഡ് ഹാഫ്. ഇതിന്റെ ക്ലൈമാക്സ് എന്തായാലും നമുക്കറിയാം. പക്ഷെ ക്ലൈമാക്സ് അവിടെ കിട്ടുമ്പോൾ കിട്ടുന്ന കയ്യടി, ഈ അടുത്തൊന്നും ക്ലൈമാക്സിന് തിയേറ്ററിൽ ഇത്ര കയ്യടി ഒന്നും ഉണ്ടാവില്ല. ഇതൊരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ശ്വാസം അടക്കി പിടിച്ച് കണ്ട പല ഭാഗങ്ങളുണ്ടാവും. അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ പോവാതിരിക്കുകയാണ് നല്ലത്. നല്ലൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചോളൂ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ.